വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഒരു പ്രദേശത്തുണ്ടെങ്കിൽ അത് വനം വകുപ്പിന് കണ്ടെത്താനുള്ള ക്യാമറയുണ്ട്. എന്തുകൊണ്ടാണ് വയനാട്ടിലെ കടുവയുടെ സാന്നിധ്യം? ഒരു തോട്ടം തൊഴിലാളി അവിടെ പോകുന്നുണ്ട്, ആ പോണതിന് മുമ്പ് പറയാമായിരുന്നു അവിടെ കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്ന്. ആ കാര്യത്തിൽ എന്ത് വീഴ്ച ആർക്കാണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാതെ പോയത് എന്നതാണ് എൻ്റെ ചോദ്യം. സർ, ക്യാമറകൾ പ്രവർത്തിക്കുന്നത് ക്യാമറയുടെ ഏരിയയിൽ വരുമ്പോൾ മാത്രമേ ക്യാമറയിൽ പെടുള്ളൂ. കാടിനെ മൊത്തം ക്യാമറ നിരീക്ഷണത്തിൽ പെടുത്താൻ സാധിക്കില്ല. കാരണം ക്യാമറയുടെ താഴെ പച്ചപ്പുകൾ വരും. ആ പച്ചപ്പുകളും ചെറുകാടുകളുടെയും ഇടയിലാണ് ഇത്തരം വന്യമൃഗങ്ങൾ വന്നു ചേരുന്നത്. അപ്പോൾ പുൽപ്പരപ്പാണ് മിക്കവാറും ക്യാമറകളിലൂടെ കാണുന്നത്. അത് കേരളത്തിൻ്റെ വനമേഖലയുടെയും ഭൂപ്രദേശത്തിൻ്റെയും സവിശേഷതയാണ്. അപ്പോൾ ഉൾക്കാടുകളിലേക്ക് കൂടി നിരീക്ഷണം നടത്താൻ കഴിയുന്ന വിധത്തിലുള്ള മാൻ പവർ കൂടി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയൂ. ആ കാര്യത്തിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ അങ്ങേക്ക് ഉറപ്പ് നൽകുന്നു. വെടിവെക്കാനുള്ള നടപടികൾ നേരത്തെ കാലതാമസമുണ്ടായിരുന്നു. ആ കാലതാമസത്തിന് കാരണം പല നിയമങ്ങളാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ ഈ ഒരു 1-2 മാസം അല്ലെങ്കിൽ 6 മാസത്തിനിടയിൽ കാലതാമസമുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചാൽ ആ കാലതാമസത്തിന് ഉത്തരവാദികളുടെ പേരിൽ നടപടിയെടുക്കുന്നതാണ്.